സംസ്ഥാനത്ത് പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളാണ്. ഇപ്പോൾ അവർ വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കാലനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്? ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്. പാവപ്പെട്ടവരായുള്ള ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ നിത്യവൃത്തിക്ക് നടത്തുന്ന ഈ സ്ഥാപനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിയമത്തിൽ പറയുന്നത് പോലെ 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല. MIT കൈമ ഗിയറുള്ള വണ്ടികൾ എടുത്ത് കളയണം. ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ മാറ്റേണ്ടതായിട്ടുള്ള വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നിയമം ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകാരെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നതിലപ്പുറം തന്നെ ജനങ്ങൾക്കും അത് വളരെയധികം പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരമുള്ള ഞങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ഫീസിൻ്റെ കാര്യത്തിൽ വളരെയധികം മാറ്റം. അതായത് ഇപ്പോൾ 10,000 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ ഒരു 20,000 രൂപ ഫീസ് ഇനത്തിൽ വാങ്ങുകയും. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ആളുകളുടെ എണ്ണം ചുരുക്കിയത് ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആളുകളുടെ എണ്ണം ചുരുക്കിയത് ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഫ്രഷും അതുപോലെ തന്നെ 10 ഫെയിൽഡ് ആണ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ദിനം പ്രതി കേരളത്തിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ 100-ലധികം 100-120 ആളുകൾ ഡെയിലി ടെസ്റ്റ് നടത്തുന്നിടത്ത് വെറും 30 പേരെ മാത്രം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇവിടെ വരും. ഓൾറെഡി നമ്മുടെ കേരളത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതേപോലുള്ള ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അന്യസംസ്ഥാനത്തെ ഏജൻറ്റുമാർ വന്ന് സമീപിച്ച് ഇതിൻ്റെ രീതികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും അഡ്രസ്സോ കാര്യങ്ങളോ മറ്റോ അവിടെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിൽ പോയി ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് എടുക്കാൻ പറ്റും. പിന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആധാർ വെച്ച് ചേഞ്ച് ഓഫ് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഇന്ന് ആർക്കൊക്കെ ഒരു വീട്ടിലെ എല്ലാവരും ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പുതിയ തരത്തിലേക്കൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് വളരെ ചുരുങ്ങുകയും ഞങ്ങളെപ്പോലുള്ള ഈ ജീവിതമാർഗ്ഗം ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിതമാർഗ്ഗം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അതും വലിയ കുത്തക മുതലാളിമാരിലേക്ക് എത്തിക്കാനാണോ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമുക്ക് ഈ നിലവിലുള്ള നടത്താൻ പറ്റിയ ഫെസിലിറ്റി പോലും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ഒരു പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് എല്ലാവരും പഠിപ്പിക്കണം. ഈ പുതിയ രീതിയിലുള്ള ട്രാക്ക് വരികയാണെങ്കിൽ അത് പഠിപ്പിക്കണമെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലൊന്നും എവിടെയും സ്ഥലം കിട്ടാനില്ല. തീർച്ചയായും എന്തായാലും ഇത്തരത്തിലുള്ള പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നിലവിലെ സംവിധാനങ്ങൾ അടക്കം അത് നടത്താൻ കഴിയില്ല. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. അതിന് കഴിയുന്ന സാഹചര്യങ്ങളടക്കം ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഇത്തരത്തിൽ കാലനെ ഇറക്കിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തുകയും ചെയ്തത്. ക്യാമറമാൻ മോനിഷിനൊപ്പം ആസിം മുഹമ്മദ്, മീഡിയ 1 തൃശ്ശൂർ.